Mr. Ayyankali, you are the king of Dalits. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നാമമാണ് അയ്യങ്കാളിയുടേത്. 1863 ഓഗസ്റ്റ് 28 പെരുങ്കാട്ടുവിള വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായി ജനനം. കേരളത്തിലെ ജന്മിമാരുടെ നെല്ലറകൾ നിറക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയെന്നത് ധർമ്മമായി കാണേണ്ടതാണെന്ന വ്യവസ്ഥിതിയിൽ തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് പോലും തിരിച്ചറിയാതിരുന്ന പുലയ വിഭാഗത്തിലെ ആളുകളെ ഡോക്ടർമാർ പോലും തൊട്ടു പരിശോധിക്കുകയില്ലായിരുന്നു. ഒരു നിശ്ചിത അകലം പാലിച്ച് ഗുളികകളും മരുന്നുകളും എറിഞ്ഞുകൊടുത്ത ഉച്ചനീചത്വം. ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല. മേലാളന്മാർ കടന്നുപോകുന്ന വഴികളിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും വിലക്ക്. ഭീകരമായ ബഹുവിധ ബഹിഷ്കരണത്താൽ ദുരിതപൂർണമായ അധസ്ഥിതരുടെ ജീവിതത്തിലേക്ക് അവരിൽ നിന്ന് തന്നെ കുരുത്ത തീപ്പൊരിയായിരുന്നു അയ്യങ്കാളി. നിരക്ഷരനായ നവോത്ഥാന നായകൻ. തന്റെ ആളുകൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം തൊട്ടുതീണ്ടായ്മ കൊടികുത്തി വാണിരുന്നൊരു കാലത്ത് തികച്ചും അപ്രാപ്യമായിരുന്നുവെന്നത് പറയേണ്ട കാര്യമില്ലല്ലോ. പലരും അയ്യങ്കാളിയെ പരിഹസിച്ചു. 1904 പുതുവൽ വിളാകം എന്ന പ്രദേശത്ത് അയ്യങ്കാളിയുടെ സുഹൃത്തു കൂടിയായിരുന്ന കൊച്ചാപ്പിയിൽ നിന്നും വാങ്ങിയ 18 സെന്റ് സ്ഥലത്ത് അയ്യങ്കാളി ഒരു സ്കൂൾ പണിതു. കേരള ചരിത്രത്തിൽ ആദ്യമായി അയ്യത്തക്കാർക്കുള്ള വിദ്യാലയം. എന്നാൽ ആ കുടിപ്പള്ളിക്കൂടത്തിന് ഒരു പകലിന്റെ ദൈർഘ്യമേ ആയുസ്സുണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ സവർണർ വിദ്യാലയത്തിന് തീയിട്ടു. അക്ഷരാഭ്യാസത്തിനുള്ള അവസര നിഷേധം നേരിടാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴിയായിരുന്നു പിൽക്കാലത്ത് കാർഷിക പണിമുടക്ക് സമരമെന്ന പേരിൽ അറിയപ്പെട്ട കൃഷിഭൂമി തരിശിടൽ സമരം. നിരന്തരമായ പ്രതിഷേധങ്ങൾക്കും പൊരുതലുകൾക്കുമൊടുവിൽ ശ്രീമൂലം തിരുനാൾ അവർണർക്ക് സ്കൂൾ പ്രവേശനം അനുവദിച്ച് ഉത്തരവിറക്കിയെങ്കിലും ഏറെക്കാലം അത് പ്രാവർത്തികമാക്കാനാവാതെ പോയി. സവർണരുടെയും സവർണ അധ്യാപകരുടെയും നിസ്സഹകരണം മൂലം അവർണർക്കുള്ള വിദ്യാഭ്യാസം എന്നത് വിലക്കപ്പെട്ട കനിയായി തുടർന്നു. 1914 തെന്നൂർ കോണത്ത് പൂജാരി അയ്യൻ എന്നയാളുടെ 8 വയസ്സുള്ള മകൾ പഞ്ചമിയെയും കൂട്ടി അയ്യങ്കാളിയും സംഘവും നെയ്യാറ്റിൻകര താലൂക്കിലെ ഊരൂട്ടമ്പലം പള്ളിക്കൂടത്തിലെത്തി. അധ്യാപകന്റെ തടസ്സത്തെ വകവെക്കാതെ അദ്ദേഹം പഞ്ചമിയെ പള്ളിക്കൂടത്തിലെ ബെഞ്ചിൽ കൊണ്ടിരുത്തി. എന്നാൽ അധികൃതർ കുട്ടിക്ക് പ്രവേശനം നൽകാൻ വിസമ്മതിച്ചു. തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ഉത്തരവ് വകവെക്കാതെയായിരുന്നു ഈ നടപടി. പഞ്ചമിയെ ക്ലാസ്സിൽ ചേർക്കാനുള്ള ശ്രമങ്ങൾ മറ്റൊരു പ്രക്ഷോഭത്തിലേക്കാണ് വഴിതെളിച്ചത്. പുലയ പെൺകുട്ടി തൊട്ടശുദ്ധമാക്കിയ പള്ളിക്കൂടത്തിൽ ഇനിയാർക്കും ഇരിക്കാനാവില്ലെന്ന തീരുമാനത്തിൽ പ്രമാണിമാർ പള്ളിക്കൂടം അഗ്നിക്കിരയാക്കി. അത്ഭുതകരമെന്നോണം പഞ്ചമിയിരുന്ന ബെഞ്ചും സ്കൂളിന്റെ ഏതാനും ഭാഗങ്ങളും മാത്രമാണ് അവശേഷിച്ചത്. ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ പോലെ പഞ്ചമിയിരുന്ന ബെഞ്ച് ഇന്നും സ്മാരകമായി തുടരുന്നു എന്നത് കൗതുകമുണ്ടാക്കുന്ന കാര്യം തന്നെ. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അയിത്തക്കാർക്കുള്ള പ്രത്യേക പള്ളിക്കൂടമെന്ന ആശയവുമായി വീണ്ടും അയ്യങ്കാളി മുമ്പോട്ട് വരുന്നത്. ഇക്കാര്യം ഉണർത്തിച്ചുകൊണ്ട് അദ്ദേഹം ഒരു നിവേദനം തയ്യാറാക്കുകയും മിച്ചൽ സാഹിബിനെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി വെങ്ങാനൂർ പുതുവൽ വിളാകത്ത് മലയാളം പള്ളിക്കൂടം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. തന്റെ ആളുകൾക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുക എന്നത് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് അയ്യങ്കാളി ആഗ്രഹിച്ചിരുന്നതെന്ന് 1937 ജനുവരി 14 സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അന്നാണ് 2 മഹാത്മാക്കൾ കണ്ടുമുട്ടിയത്. മഹാത്മാഗാന്ധി വെങ്ങാനൂരിലെത്തിയ സമയത്ത് സവർണർ നോക്കി നിൽക്കെ അയ്യങ്കാളിയെ കെട്ടിപ്പുണർന്നിട്ട് പറഞ്ഞു, ഞാൻ താങ്കളെ കാണുവാൻ ഒരുപാട് ശ്രമിച്ചു. ഞാനും താങ്കളും ഏതാണ്ട് ഒരേ പ്രായക്കാരാണ്. ഞാനും താങ്കളും ചെയ്യുന്ന ജോലിയും ഒന്നാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾ അത് തുടരണം. വളരെ വികാരധീനനായി അയ്യങ്കാളി പറഞ്ഞു, മഹാത്മാവേ, അങ്ങയുടെ ഈ കാരുണ്യം ഒരിക്കലും ഞാൻ മറക്കുകയില്ല. എൻ്റെ ജനങ്ങൾക്കിടയിൽ 10 BA-ക്കാരെയെങ്കിലും കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. 10 അല്ല, 100 കണക്കിന് BA-ക്കാരെ കണ്ടിട്ട് മാത്രമേ താങ്കൾ മരിക്കൂ.
മഹാത്മാഗാന്ധി തന്റെ വിദ്യാഭ്യാസ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചു. ഏറെ താമസിയാതെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഹരിജനങ്ങൾക്ക് പ്രത്യേക ഹോസ്റ്റലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരുക്കുകയുണ്ടായി. ജാതിഭ്രാന്തിൽ നിന്നും മലയാളിയെ വിമുക്തരാക്കുകയെന്നത് എളുപ്പമായിരുന്നില്ല. ശരീരത്തിൽ മാത്രമല്ല, മനസ്സിൽ പോലും ജാതി വിചാരത്തിന്റെ അടിവേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു ജനതയെ മോചിപ്പിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ടതിന്റെ പേരിൽ കായികമായും അല്ലാതെയും വലിയ അതിക്രമങ്ങൾ അയ്യങ്കാളിക്കും സുഹൃത്തുക്കൾക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ തിരിച്ചടികളൊന്നും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തെ കെടുത്തിക്കളയാൻ പര്യാപ്തമായിരുന്നില്ല എന്നതാണ് വാസ്തവം. കാലക്രമേണ അയ്യങ്കാളി കൂടുതൽ ശക്തമായും കൃത്യമായും കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചു. കായികമായ പ്രതിരോധത്തിനും ബുദ്ധിപരമായ മുന്നേറ്റങ്ങൾക്കും പ്രാധാന്യം നൽകി. അയ്യങ്കാളിയും കൂട്ടരും കളരി അഭ്യസിച്ചു. പതുക്കെ അയ്യങ്കാളിപ്പട എന്ന പേര് സവർണർക്കിടയിൽ പേടിസ്വപ്നമാവാൻ തുടങ്ങി. പുലയ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ അപമാനിച്ചവരെ വീട്ടിൽ ചെന്ന് പെരുമാറിയത് തങ്ങൾക്കും ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന ആത്മവിശ്വാസം പുലയ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കി. പുലയർ, ഈഴവർ തുടങ്ങിയ അധസ്ഥിത വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ അവരുടെ ജാതി അടിമത്തത്തിന്റെ അടയാളമെന്ന രീതിയിൽ കല്ല്, കുപ്പിച്ചില്ല് തുടങ്ങിയ ഭാരമേറിയ വസ്തുക്കൾ ആഭരണമായി ധരിക്കണമെന്ന വ്യവസ്ഥിതി ഒരു കാലത്ത് കേരളത്തിലുണ്ടായി. 1914 അയ്യങ്കാളി നേതൃത്വം കൊടുത്ത കല്ലുമാല ബഹിഷ്കരണ സമരം ഈ ആചാരത്തിനെതിരെയുള്ള പോരാട്ടമായി. ജാത്യാചാര ലംഘനം എന്ന പേരിൽ കല്ലുമാല ധരിക്കാതിരുന്ന പുലയ സ്ത്രീകളെ സവർണർ തക്കം കിട്ടുമ്പോഴൊക്കെ ആക്രമിച്ചു. പാവപ്പെട്ടവർ ക്രൂരമായി വേട്ടയാടപ്പെട്ടു. സ്ത്രീകൾ ധരിച്ചിരുന്ന റൗക്കകൾ വലിച്ചു കയറി, സ്തനങ്ങൾ അറുത്തുമാറ്റി, കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു. എന്നാൽ അയിത്തരെ അടിച്ച ഓരോ അടിയും ഓരോ സമരങ്ങളായി മാറുകയാണ് ഉണ്ടായത്. അയ്യങ്കാളിയുടെ വിപ്ലവ മുദ്രാവാക്യത്തിൽ ആവേശഭരിതരായ അധസ്ഥിതർ തിരിച്ചടിക്കാൻ ആരംഭിച്ചു. കാലാകാലങ്ങളായി സുഖലോലുപരായി ജീവിച്ചു പോന്ന സവർണ ജന്മികൾ തങ്ങൾ മനുഷ്യരായി പോലും കൂട്ടാതിരുന്ന ഒരു വിഭാഗത്തിൽ നിന്നും അങ്ങനെയൊരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നില്ല. തങ്ങളുടെ ആളുകളെ ഉപദ്രവിച്ചവരെയൊക്കെ തിരഞ്ഞുപിടിച്ച് തിരിച്ചടിച്ചു അയ്യങ്കാളിപ്പട. പെരുന്നാട് കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് അങ്ങനെയാണ്. പെരുന്നാട് കലാപത്തെ തുടർന്ന് നാടിന്റെ നാനാഭാഗത്തും കല്ലുമാല ബഹിഷ്കരണ സമരം രക്തരൂക്ഷിതമായി. അയ്യങ്കാളിപ്പടയുടെ വരവോടുകൂടി നിലവിളികൾ ഇപ്പോൾ മറുവശത്തു നിന്നും ഉയരാൻ തുടങ്ങിയിരിക്കും. അങ്ങനെയിരിക്കെ കൊല്ലം പീരങ്കി മൈതാനിയിൽ വെച്ച് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരു സമ്മേളനം. ഒരൊറ്റ നോട്ടീസോ മൈക്ക് അനൗൺസ്മെന്റോ ഇല്ലാതെ കേട്ടറിഞ്ഞെത്തിയത് 10,000 ആളുകൾ. ഒരു കാലത്ത് സവർണരുടെ ആക്രമണത്തെ തുടർന്ന് വീടും കുടിയും ഉപേക്ഷിച്ചു പോയവരടക്കം 1000 പുലയ സ്ത്രീകൾ ഈ സമ്മേളനത്തിൽ ഒത്തുചേർന്നു. അയ്യങ്കാളി ജാതീയതയുടെ അടയാളമായ കല്ലുമാല അറുത്തെറിയാൻ ആഹ്വാനം ചെയ്തു. ഒരു സിംഹഗർജനം പോലെ അദ്ദേഹത്തിന്റെ ശബ്ദം ജനങ്ങളിലൂടെ തിരമാലകൾ കണക്കെ ആർത്തടിച്ചു. 1000 കല്ലുമാലകൾ പൊട്ടിയ കല്ലുമാലകൾ മൈതാനിയുടെ മാറിൽ ഒരു മഹാവിപ്ലവത്തിന്റെ നിറഭേദങ്ങൾ ചാർത്തി. പിൽക്കാലത്ത് ഈ വിജയമാണ് തെക്കൻ തിരുവിതാംകൂറിൽ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ രംഗത്ത് ശക്തമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്ന് ചരിത്രം പറയും. രാവും പകലുമില്ലാതെ ഒരൊറ്റ ലക്ഷ്യം നോട്ടമിട്ടുകൊണ്ടുള്ള അയ്യങ്കാളിയുടെ തേരോട്ടം 1941 ആയപ്പോഴേക്കും മന്ദഗതിയിലായി. മെയ് മാസമായപ്പോഴേക്കും തീർത്തും അവശനായി. ശയ്യാവലംബിയായി അയ്യങ്കാളി. ജൂൺ 18 മൃഗങ്ങളെക്കാൾ നീചരായി കണ്ടിരുന്ന തന്റെ സമുദായത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ തുടങ്ങി അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ പടപൊരുതിയ മഹാത്മാ അയ്യങ്കാളി എന്ന സൂര്യ തേജസ് അണഞ്ഞുപോയി. ഇരുണ്ട കാലഘട്ടത്തിലേക്ക് ഒരു കൈത്തിരിയുമായി വന്ന് വെളിച്ചക്കീറുകൊണ്ട് വിസ്മയം തീർത്ത വീരപുരുഷന് അങ്ങയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം.